സാറേ എന്നാ പോയാലോ? ഓ എന്തൊരു ആത്മാർത്ഥത. ക്ലാസ് ഉള്ള ദിവസം ഒറ്റൊന്നും കോളേജ് വരാത്തവന്മാരാ. ഒരു ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 3 മണിയാകുമ്പോൾ കുളിച്ചൊരുങ്ങി ഇറങ്ങിയേക്കുന്നു. എല്ലാവരും എത്തിയോ? എന്നാ കയറി പോവാ. ഒന്ന് എഴുന്നേക്ക് ഇഷാനെ. ഇത്ര പെട്ടെന്ന് എത്തിയോ? എത്തിയിട്ടൊന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, ഉറങ്ങിയാൽ മതി. നിങ്ങൾ പോയി കഴിച്ചോ. മോർണിംഗ്. എന്നമ്മേ നീ അതെവിടെ? കുമ്മിടി കുമ്മിടി. എന്താടാ ഒരു 10 മിനിറ്റ്? വൃത്തികെട്ടവൻ. വിഘ്നേഷേ, പുസ്തകം പോലും നോക്കൊന്നുമില്ലല്ലോ. എന്തിനാ ഒച്ച വെച്ചുള്ള എനർജി കളയുന്നത്? അവരവരുടേതായിട്ടുള്ള ലോകത്ത് എൻജോയ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ലോകത്തിരിക്കാടാ. ഒന്ന് എഴുന്നേറ്റ് പോടാ. നീ എന്താ ചായ കുടിക്കാൻ വരാന്? ഡോണ്ട് ടോക്ക് ടു മീ. ഏത് പാട്ടാ കേൾക്കുന്നേ? നിന്നോട് മിണ്ടരുത് എന്നല്ല പറഞ്ഞേ. ഒരു സൈഡ് എനിക്ക് വേണ്ടി തന്നെ മിണ്ടാതിരുന്നോളാം. നിന്നോടൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞതാ വരുന്നില്ല. എന്നിട്ട് എന്തൊക്കെയായിരുന്നു നീ ഞങ്ങളുടെ കൂടെയല്ലേ ട്രിപ്പിന് വരുന്നേ? മാങ്ങാത്തൊടി. രണ്ടെണ്ണത്തിന്റെ കാര്യം നോക്കി പോയല്ലോ. ഇപ്പൊ പെട്ടെന്ന് ഞാനാ. എടാ അത് പിന്നെ മിണ്ടരുത്. ഇനി നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ അടുത്തടുത്ത് തന്നെ. അതുകൊണ്ട് 2 ദിവസം ഈ ഹോട്ടലിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. എല്ലാവരും ലൈനപ്പായേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് സംസാരിക്കാറുണ്ട്. പൊന്നു സാർ ഇപ്പൊ തന്നെ ടയേർഡാ. ആ റൂം എവിടെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോളാം. അതിന് തന്നെ ഏടാ ലൈനപ്പ് ആവാൻ പറഞ്ഞേ. ഈ ബൗളിനകത്ത് കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടിട്ടുണ്ട്. ഓരോരുത്തർ വന്നിട്ട് ഓരോന്നെടുക്കണം. അങ്ങേരുടെ ഈ കുട്ടിക്കളികാരനായിരിക്കും കെട്ടിയോളിട്ടേച്ചു പോയത്. എല്ലാവരും എടുത്തു കഴിഞ്ഞല്ലോ. ഒരു മുറിക്കകത്ത് 3 പേരായിരിക്കും. സെയിം നമ്പറുള്ള 3 പേര് ഇങ്ങോട്ട് മാറി നിൽക്ക്. അയ്യേ, ഏതൊക്കെ 3 പേരുമാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. നീയൊക്കെ എന്താ വിചാരിച്ചേ? നിങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ കൊണ്ടുവന്നത് പൊട്ടിപ്പൊളിഞ്ഞ കുറെ അമ്പലവും പള്ളി കാണിച്ചു തരാൻ വേണ്ടിയാണെന്നോ? എന്നല്ല, 45 പേരുള്ള നമ്മുടെ ക്ലാസ് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും ഒരേ മൈൻഡ് ആയിരിക്കണം. ഇപ്പം നിങ്ങളായിട്ടുണ്ടാക്കിയെടുത്ത ഈ 3, 4, 5 അടങ്ങുന്ന ഗ്യാങ് ഇല്ലേ, അതൊന്നും വേണ്ട. ഹിസ്റ്ററി ക്ലാസ് എന്ന് പറഞ്ഞാൽ 45 പേരടങ്ങുന്ന ഒരു ഗ്യാങ്. അതിനു വേണ്ടിയാ ഇത്. ടൈം കളയണ്ട, എല്ലാവരും പെട്ടെന്ന് റെഡിയാവും. സാർ, എനിക്കൊരു ഡൗട്ട്. പെൺപിള്ളാരും നിങ്ങളുടെ കൂടെ ഒരു റൂമിലായിരിക്കും എന്നല്ലേ നിന്റെ ഡൗട്ട്? എന്നല്ല, ഈ ഒരു സാറിനെ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് ആവശ്യമുള്ള ഉപകാരങ്ങൾ നടക്കും. നമ്പർ 1 കിട്ടിയവരൊക്കെ ഇങ്ങോട്ട് മാറി നിൽക്കും. നിന്റെ നമ്പർ എത്രയാ? 2. നിന്റെയോ? 8. എന്റെ തൊട്ടാ? കണ്ടില്ലേ, നിങ്ങൾ 2 പേരും പ്ലാൻ ചെയ്തതാ. നമ്പർ 2. എനിക്കൊന്നും വയ്യ ഇവന്റെ കൂടെ പോവാൻ. നിന്റെ നമ്പർ എത്രയാ? 2. നീ എന്നോട് തന്നെ. നമ്പർ 2 ആരാ? സാർ, ഒരാൾ കൂടെ കാണുമല്ലോ, പെട്ടെന്ന് പറ. ഇപ്പൊ എല്ലാവർക്കും റൂമൊക്കെ കിട്ടിയല്ലോ, ഇനി പോയി കിടന്നുറങ്ങും. സാർ, എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. ഇവന്റെ കൂടെ റൂം ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഓ, ഇവനെ കൊണ്ടൊക്കെ. നീ അതാടെ ഇവിടെ റൂം കൂടാ. ഞാൻ ഇവരുടെ കൂടെയാ സാറേ. നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീയേ 404 പോയി കിടന്നു. ഇവരുടെ കൂടെ ഞാൻ നിന്നോളാം. അവന്റെ കാര്യം തീർന്ന്. ഇനി നിൽക്കണ്ട, മുണ്ടിക്കോ. വിചാരിച്ചതിനേക്കാൾ സൗകര്യം ഉണ്ടല്ലോ. കുളിക്കുന്ന ശീലം ഇല്ലെങ്കിൽ 2 കിടന്നോ. ഇതെന്താടാ ഫസ്റ്റ് നൈറ്റിന് എക്സിന്റെ സ്റ്റോറി കേട്ട് പിണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ പോലെ 2 അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നേ? എനിക്ക് ഒറ്റയ്ക്ക് കിടക്കുന്ന ഇഷ്ടം. അതെങ്ങനെ ശരിയാവും? ഇത് ഡബിൾ കോട്ട് കട്ടിയല്ലേ, നമ്മൾ പിന്നെ തറയിൽ കിടക്കണം. അതൊന്നും നടക്കൂല. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ദേ, നിങ്ങളുടെ വഴക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉള്ളത്. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങളെന്നെ ഒരു സാറായിട്ടൊന്നും കാണണ്ട. കൂടെ പഠിക്കുന്ന ഒരു കുട്ടി, നിങ്ങളുടെ ഫ്രണ്ട്, അത്ര മതി. ലൈറ്റ് ഓഫ് ചെയ്യും, എനിക്ക് ഉറക്കം വരുന്നു. അല്ലെങ്കിൽ സാറായിട്ട് തന്നെ കണ്ടോ. ഇത് കണ്ടോ സാറേ? ഇതിന് മനഃപൂർവ്വം വേണ്ടി ഉറക്കം കളയാൻ വേണ്ടി ചെയ്യുന്ന. എന്തോന്നടേ നിങ്ങളൊക്കെ പ്രശ്നം എന്താ? അത് ഉറക്കത്തില് അടുത്ത് കിടക്കുന്ന കൈമാറിയിടുന്നത് എന്റെ ശീലമായിരുന്നു. അത്രയുള്ളോ? നീ എന്റെ മേലെ ഇട്ടോ, എനിക്കതൊരു വിഷയമേ അല്ല. ഞാൻ റൈറ്റ് സൈഡാ, അതുകൊണ്ട് ഈ സൈഡാ സുഖം. ഇതത്ര സുഖമുള്ള കാര്യമല്ല, ഏതാണ്ട് വലിയ അസുഖ. ഞാനേ സെൻട്രലിൽ കിടക്കാം, അപ്പൊ പ്രശ്നമില്ലല്ലോ. ഓ, മരണം വരുന്നുണ്ട്. നീ എവിടെ എഴുന്നേറ്റ് പോയാലും ഞാൻ പുറകെ വരുന്ന നിനക്കറിയാം. പിന്നെ എന്തിനാ വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടാൻ വേണ്ടി? നിനക്ക് ശരിക്കും എന്താ വേണ്ടേ? വെറുതെ ശല്യം ചെയ്യാനായിട്ട്. നിന്റെ എന്റെ ഫ്രണ്ട്സ് ബിസി അല്ലേ? വെറുതെ ഇരിക്കുന്ന നീ ഞാനും മാത്രമല്ലേ? ഐ നീഡ് യുവർ ഫ്രണ്ട്ഷിപ്പ്. കയ്യില് ഏത് പുസ്തക? മസാല എരിവൊക്കെ ഉണ്ടോ? നോക്കട്ടെ.
നീ ഒന്ന് പോയേ, ചുമ്മാ ഇരിക്കാൻ. നാശം, മനുഷ്യനിപ്പോ മുങ്ങി ചത്തേനെ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കൃത്രിമശ്വാസം വല്ലതും വേണോ? വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കിയിട്ട് നിന്റെ അമ്മൂമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കട പ്രാന്ത. നിങ്ങൾ ഇവിടെ ആയിരുന്ന? എന്താടാ നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുന്നത്? ഞങ്ങൾ കുളിക്കായിരുന്നു. നല്ല ബെസ്റ്റ് സമയം. ബാക്കിയുള്ളവരൊക്കെ റെഡിയായി. നിങ്ങളെ വെയിറ്റ് ചെയ്തോണ്ടാ നിൽക്കുന്നേ. പോയി ഡ്രസ്സ് മാറ്റിയിട്ട് പാടാ, സമയമില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. നിന്നെ ഞാനിന്ന് കൊല്ലുവടാ പട്ടി. അയ്യോ, രാവിലെ തന്നെ തുടങ്ങി. ഇവനെ പിന്നെ ഞാൻ എന്തോ ചെയ്യണം? ഷെയർ ഇട്ടിട്ടല്ലടാ കുപ്പി മേടിച്ചേ. എന്നിട്ട് നീ ഒരുമാതിരി സാമദ്രോഹി. ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കുവല്ലേ? നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ മാത്രമല്ല, അവനും ഉണ്ടായിരുന്നു, വിഘ്നേഷ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എരപ്പാളികളെ നിങ്ങളുടെ കൂടെയൊക്കെ വന്ന് എന്നെ വേണം പറയാൻ. ട്രിപ്പൊക്കെ ശരിക്കും നിങ്ങളല്ലേ എൻജോയ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. നിന്നെ കൂടെ കൂട്ടാൻ ആഗ്രഹമില്ലാത്തോണ്ടാണോ? ആ പിള്ളേച്ചന്റെ കണ്ണു പെട്ടിച്ച് എങ്ങനെയാടാ? അയാൾക്ക് സംശയം തോന്നില്ലേ? എല്ലാരും പെട്ടുപോകും. നീ ഇന്ന് വൈകിട്ട് റൂമിൽ നേരത്തെ വാ. നിനക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്, നീ അടിച്ചോ. ദേ മതി മതി, നിർത്തിയേ. ഇനി കുടിച്ച പണിയാവും, പിള്ളച്ച പൊക്കും. എനിക്കിതടിച്ചിട്ടാണേലും ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണം. വിടടാ, പറയണ കേൾക്ക്. മതി, നീ പോയേ. ഞാൻ ഇന്നിവിടെ കിടക്കട്ടെ, ഏതേലും ഒരു മൂലയില്. ആരും അറിയണ്ട. ഇവൻ ഇപ്പോഴേ ഫിറ്റാ. എടാ മണ്ട, നിന്നെ മുറി കണ്ടില്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാവില്ല നീ മുങ്ങിന്ന്. കുളിക്കുവാണോ? നോക്കണോ? വേണ്ട, മോശ. എന്ത് മോശം? ഞാനല്ലെങ്കിൽ വേറെ ആരും നോക്കാനാ? ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ഇതാണല്ലേ പരിപാടി? ഇവിടെ അപ്പൊ ഇതിന് നാണുണ്ടോടാ നാറി ഒളിഞ്ഞു നോക്കാൻ? അത് അങ്ങനെ എന്തൊരു ബഹളവാടാ. മര്യാദക്കൊന്ന് കുളിക്കാനെങ്കിലും സമ്മതിക്കും. സാർ ഇവനെ ഒളിഞ്ഞു നോക്കി. എവിടെയാടാ നീ നോക്കാൻ പോയേ? വേറെ എവിടെയല്ല, സാറിന്റെ കുളിസിൽ തന്നെ. വേണമെങ്കിൽ ഫോണൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാ. വല്ല പടം പിടിച്ചിട്ടുണ്ടെങ്കിൽ വൈറലാ. പറയുന്നേ? ഞാൻ കുളി കഴിഞ്ഞൊന്ന് നോക്കിയതല്ലേ. ഒളിഞ്ഞു നോക്കിട്ടാണോടാ കുളി കഴിഞ്ഞൊന്ന് നോക്കുന്നേ? അയ്യോ സാർ, ഇവ വീണ്ടും വീണ്ടും എന്നെ തെറ്റിദ്ധരിക്കുന്നു. ഇപ്പൊ എന്റെ തെറ്റിദ്ധാരണ. സാറ് വേണമെങ്കിൽ വല്ലതും പോയി ധരിച്ചോ, ഇല്ലെങ്കിൽ ഇവൻ നോക്കി ഗർഭം ഉണ്ടാക്കും. ഇതൊന്നും വിശ്വസിക്കരുത് സാർ, ഞാൻ നിരപരാധിയാണ്. ആടാ, എനിക്ക് മനസ്സിലായി. ഓഹോ, അപ്പൊ തനിക്ക് എന്റെ വിശ്വാസം ഇല്ലല്ലേ? വേണ്ട, എന്നെ വിശ്വസിക്കുന്നവരുണ്ട്. ഞാൻ അവരോട് പോയി പറഞ്ഞോളാം. എന്നെ കൊണ്ടൊന്നും പറ്റൂല അവിടെ കിടക്കാൻ. ഇവൻ പിന്നെ വന്നോ? ഒന്ന് സമാധാനമായിട്ട് കുളിക്കാൻ പോലെ എനിക്ക് പേടിയാ. എന്തോന്ന്? ഞാൻ ചെന്നപ്പോ അവൻ ഒളിഞ്ഞു നോക്കുന്നു. അതും ആ പിള്ളേച്ചന്റെ കുളിസീൻ. ഇവൻ തലയ്ക്ക് പിടിച്ച് ഓരോന്ന് പറയുക. എടാ സത്യം, നീ എന്നെ വിശ്വസിക്കേ. അവര് തമ്മിൽ എന്തോ ഉണ്ട്. ഇന്നലെ രണ്ടെണ്ണം കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടതാ. എന്തൊക്കെയോ പെറുപിറക്കുന്നത് ഞാൻ കേട്ടു. അയ്യേ, തോന്നിവാസം. സത്യമായിട്ടും അവൻ മറ്റേതാണെന്ന് എനിക്കറിയാം. പിള്ളേച്ചനും അത് തന്നെയാടാ. മറ്റേതോ? ആ, മഴവില്ലേ. അത് നിനക്കെങ്ങനെ അറിയാം? അതെന്നെ കിസ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി. കിസ് ചെയ്താതൊക്കെ അറിയാൻ പറ്റും. നിങ്ങളൊന്ന് പതുക്കെ സംസാരിക്കേ, എല്ലാരും കേക്കും. നീ ഒന്ന് മുറി പോയേ. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് വിശ്വാസമായിട്ടില്ലല്ലേ? നിങ്ങൾ വിശ്വസിക്കണ്ടടാ. അവര് തമ്മിലുള്ള ഡിങ്കോളിഫിക്കേഷൻ മുഴുവൻ ഞാനിന്ന് ക്യാമറയിലാക്കും. എന്നിട്ട് നീയൊക്കെ വിശ്വസിച്ചാൽ മതി. ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. സാർ എനിക്ക് എന്റെ അച്ഛനെ പോലെയാ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു സാറിന് തോന്നുന്നുണ്ട്. ഇല്ലടാ മോനെ, നീ അങ്ങനെ ചെയ്യില്ല. നീ എനിക്ക് പിറക്കാതെ പോയി എന്റെ മകനാണ് നീ. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഏകദേശം കഴിയാറായി. ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ദൂരം വന്നിട്ട് ഇവിടുത്തെ ബീച്ച് കാണാതെ പോകുന്നത് മോശമല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ച് സമയം കൂടി തരാം. കൃത്യം 6 മണിയാകുമ്പോഴേക്കും എല്ലാവരും ബസ്സിനടുത്ത് എത്തണം. ഇന്നൊരു ക്യാമ്പ് ഫയറും നല്ലൊരു ഡിന്നർ കൂടിയായി നാളെ കൃത്യം 8 മണിക്ക് നമ്മൾ തിരിച്ചു പോകും. അപ്പം അതുവരെയുള്ള സമയം നിങ്ങൾ എൻജോയ് ചെയ്തോ. ഹായ്, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? മോൻ ബിസിയാണോ? ഞാനല്ലേ ബിസി. അങ്ങനെയാ ഞങ്ങളും വിചാരിച്ചത്. പക്ഷെ അല്ല, നീ വേറെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നല്ല മനസമാധാനമുണ്ട്. അവന്മാരുടെ പുറകെ വെറുതെ ചൊറിയാൻ നിന്ന് പണി മേടിച്ചു തരരുത്. നീ അവന്റെ പുറകെ നടന്ന് വെറുപ്പിക്കുന്നൊക്കെ ഞങ്ങള് കാണുന്നുണ്ട്.
ഇനി നീ ഞങ്ങളുടെ കൂടെ തന്നെ വന്നാൽ മതി. അതെങ്ങനെ ശരിയാവും? മീര, നകുൽ, അവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നീ വാ. ഒരുമിച്ചൊരു മുറിയിലായിട്ട് പോലും മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇനി അത് കുറച്ച് സമയം ബാക്കിയുള്ളൂ. അതിനിടയിൽ ഇവരുടെ അടുത്ത് പെടുകയും ചെയ്തു. അവിടെ എന്തൊരാൾക്കൂട്ടം, പോയി നോക്കിയാലോ? ഭാവി, ഭൂതം, വർത്തമാനം, മുഖം നോക്കി ലക്ഷണവും പറയും. ഇത് നാട്ടിൽ ഇവിടെയൊക്കെ കണക്കാ. ഉടായിപ്പ്. ഒടുവിൽ പ്രണയിനിയെ കണ്ടെത്തിയല്ലേ? എന്നോടാണ്? ഇനി മീരയുടെ കാര്യം വല്ലതും ആയിരിക്കും. പക്ഷേ വിധി മറ്റൊന്നാണ്. മരണം പോലും മുന്നിലുണ്ട്. പ്രാണനാഥനെ തിരിച്ചറിയാൻ വൈകും. കാലങ്ങളായുള്ള പോരാട്ടം. പക്ഷേ ഈ ജന്മം ഭാഗ്യം ചെയ്തതാ. കഴിഞ്ഞ ജന്മത്തെ പോലെ കേവലം ഒരു പനിനീർ പൂവോ മധു നുകരുന്ന തേനീച്ചയോ ആയില്ലല്ലോ. എന്താണ് കുമാര? ഇപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്വേഷിക്കുകയാണല്ലേ? നിന്നോടാണോ ഈ ചോദിക്കുന്നേ? കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് അറിയണമെന്ന് തോന്നുന്നുണ്ടോ? വേണം. സമ്പൽ സമൃദ്ധമായ രാജ്യം, സുന്ദരനായ രാജകുമാരൻ. ഒരിക്കൽ തന്റെ യാത്രാമധ്യേ സുന്ദരിയായ യുവതിയെ കാണാനിടയായി. ആദ്യ ക്ഷണത്തിൽ തന്നെ അവളോട് തോന്നിയ പ്രണയം അവനെ വെറും ഒരു യുവാവാക്കി മാറ്റി. പരസ്പരം പ്രണയിക്കാൻ തുടങ്ങി. ആ പ്രണയം അവസാനിച്ചത് സ്വന്തം മരണത്തിൽ, അതും തന്റെ പ്രണയിനിയുടെ കൈകളാൽ. ഇതൊക്കെ നിങ്ങൾക്കെങ്ങനെ? എനിക്കറിയണം ഇതൊക്കെ എങ്ങനെയാണെന്ന്, എന്തുകൊണ്ടാണെന്ന്. ഇതെല്ലാം ഈ കണ്ണുകളിൽ നിന്നും ഞാൻ വായിച്ചെടുത്ത സത്യങ്ങളാണ്. കൂടുതൽ എനിക്കും അറിയില്ല. പക്ഷേ ഈ ഗോളം നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് പറയും. എനിക്കറിയണം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവെല്ലാം എനിക്കറിയണം. ഞാനെന്താ ചെയ്യണ്ടേ? ഇവനെന്താ വട്ടാണ്? ഇരു കൈകളും ഈ ഗോളത്തിന് മുകളിൽ വെക്കണം. ദക്ഷിണയായി 1001 രൂപയും. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഈ ഗോളം നിങ്ങളോട് പറയും. കാശ് ഗൂഗിൾ പേ മതിയോ? ഞാൻ പറഞ്ഞല്ലോ, ഈ പണം എനിക്ക് വേണ്ടിയല്ല, ഈ ഗോളത്തിന് വേണ്ടിയാണ്. എന്തോ നമ്മച്ചി പറയുമ്പോ വിശ്വസിക്കാൻ പറ്റുന്ന വല്ല നുണയും പറയണ്ടേ? പൈസ ഈ ഗോളത്തിന് മുകളിൽ വെച്ചാ ഇതെന്താ സ്പീക്കർ വെച്ച് അനൗൺസ് ചെയ്യൂ? എടാ, നിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ താ, ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. എന്റെ കയ്യിൽ കാശൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ തരില്ല. നീ അല്ലാതെ ഈ പൊട്ടത്തരൊക്കെ വിശ്വസിക്കുവോ? ആ കാശിന് എന്തോരം പാനിപ്പൂരി തിന്നാ. നീ വന്നേ. എടാ വിട്, എനിക്കത് അറിയണം. ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കിപ്പോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്ലീസ്, കാശ് എനിക്ക് താടാ. എടാ, കാശ് എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. വെറുതെ അല്ല നീ ആ പൊട്ടനെ കയറി പ്രേമിച്ചേ. വിവരമില്ലാത്തൊരു വിവരദോഷി. രണ്ടെണ്ണം വന്നേ. ഇന്നത്തെ നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവിടെ ആയിരിക്കും. ഡിന്നറും ക്യാമ്പ് ഫയറും. എടുത്തു വെക്കാനുള്ളതൊക്കെ ഇന്ന് തന്നെ എടുത്തു വെച്ചോണം. നാളെ രാവിലെ നമ്മൾ പുറപ്പെടും. ഇനിയിപ്പോൾ റൂംമേറ്റ്സിനെ മാറ്റാനുള്ള സമയമൊന്നുമില്ല, പഴയ പോലെ തന്നെ മതി. സർ, ഞാനൊന്ന് പുറത്തു പോയിക്കോട്ടെ. എൻ്റെ ഫോണ് ബീച്ച് സൈഡിലുള്ള ഹോട്ടലിൽ വെച്ച് മറന്നു. അത് അവിടെ തന്നെയാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഞാൻ വിളിച്ചു നോക്കിയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അവിടെ തന്നെ ഉണ്ടെന്ന്. പെട്ടെന്ന് വരാം. അത്രയും ദൂരമൊക്കെ ഒറ്റയ്ക്ക്? ശരി, ഞാനും കൂടി വരാം. അത് വേണ്ട, ഞാൻ അവിനാശിനെ കൊണ്ടുപോയിക്കോളാം. ശരി, 1 മണിക്കൂർ അതിനുള്ളിൽ തിരിച്ചു വരണം. നിങ്ങൾ ഇത്ര പെട്ടെന്ന് എത്തിയോ? എന്നിട്ട് നന്ദന്റെ റൂമിൽ കണ്ടില്ലല്ലോ. അതിന് ഞങ്ങളിങ്ങോട്ട് പോയില്ലല്ലോ സർ. അപ്പൊ അവനല്ലേ ഫോൺ എവിടെയോ മറന്നു വെച്ചു എന്നൊക്കെ പറഞ്ഞു പോയത്? അവൻ വന്നിട്ടുണ്ട് സർ, എൻ്റെ റൂമിലുണ്ട്. കളഞ്ഞു പോയ നിന്റെ ഫോണ് കിട്ടിയോ? നീ ആ പെണ്ണുമ്പിളയെ കാണാൻ പോയതല്ലേ? 1000 രൂപയും കൊണ്ട് തൊലച്ചോ? അവരെ കണ്ടില്ല. ഭാഗ്യം. നീ കാരണം എല്ലാം ഉണ്ടായേ. അപ്പം തന്നെ അവരെ കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നിനക്കിപ്പോ എന്താ ആ പെണ്ണുമ്പിള പറഞ്ഞ കഥയുടെ ബാക്കി അറിയണം, അത്രയല്ലേ ഉള്ളൂ. എല്ലാ കാമുകന്മാരെ പോലെ അവൾക്ക് നല്ലൊരു ആലോചന വന്നു കാണും. ഇവനെ എങ്ങനെയെങ്കിലും തേക്കണം. ഗ്രീഷ്മ കഷായത്തിൽ വിഷം കൊടുത്ത പോലെ അവള് ഏതിലെങ്കിലും വിഷം കലക്കി കൊന്നു കാണും. സിമ്പിൾ. അവര് പറഞ്ഞ കഥ വിശ്വസിക്കാമെങ്കിൽ ഈ പറഞ്ഞ കഥ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിനക്കൊക്കെ ഇത് വേറൊരു തമാശയായിരിക്കും, പക്ഷെ എനിക്കങ്ങനെയല്ല. വർഷങ്ങളായിട്ട് എൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ അവരെന്ന് പറഞ്ഞത്. അതെന്നെ കുറിച്ചാടാ, എന്റെ കഥയാ. കഥയോ? കഴിഞ്ഞ ഒരു 10-12 കൊല്ലമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നങ്ങൾ കാണാറുണ്ട്. സ്വപ്നോ? അതിപ്പോ ഞങ്ങളും കാണാറുണ്ടല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ട സ്വപ്നങ്ങൾ തന്നെ വീണ്ടും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ.
പക്ഷെ ഞാൻ അതാ കാണാറുള്ളത്. 12 കൊല്ലമായിട്ട് ഒരേ സ്വപ്നം. ആ സ്ത്രീ പറഞ്ഞതുപോലെ ഒരു രാജകുമാരൻ, അയാളുടെ രാജ്യം, പ്രജകൾ, യുദ്ധം, പ്രണയം, മരണം. ആദ്യമൊക്കെ അതെനിക്ക് കൗതുകമായിരുന്നു. ഇടയ്ക്ക് കാണാറുള്ള ചില സ്വപ്നങ്ങളിൽ അതൊന്നു മാത്രമായിരുന്നു. ദേ, നിങ്ങൾ ഈ ചിത്രം കണ്ടോ? ഇത് ഞാൻ വരച്ചതാ. ഇത് നീയല്ലേ? നിനക്ക് അങ്ങനെ തോന്നിയല്ലേ? ഇത് ഞാൻ വരച്ചത് എനിക്ക് 12 വയസ്സുള്ളപ്പോഴാ. ഞാൻ കാണാറുള്ള സ്വപ്നങ്ങളിലെ രാജകുമാരന് ഈ മുഖമായിരുന്നു. അന്നൊക്കെ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടായിരുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ ഓരോ സംഭവങ്ങൾ. ഞാൻ വളരുന്നതിനനുസരിച്ച് സ്വപ്നം കണ്ടതുപോലെയുള്ള മുഖങ്ങളൊക്കെ എന്റെ ചുറ്റിൽ എപ്പോഴൊക്കെ വരുന്നത് പോലെ എനിക്ക് തോന്നും. അവരുമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകും. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും തമാശ മാത്രമായിരുന്നു, അച്ഛനും അമ്മയ്ക്കും പോലും. ഞാൻ വളരുന്നതിനനുസരിച്ച് എന്റെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങളും ഞാൻ ശ്രദ്ധിച്ചു. ആ വരച്ച അതേ രാജകുമാരന്റെ മുഖം തന്നെയായിരുന്നു എനിക്ക്. അന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ കാണുന്നതൊക്കെ എന്റെ തന്നെ കഥയായിരുന്നു എന്ന്. എനിക്കറിയാം നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പാടായിരിക്കും. ഇത്രയും വിശ്വസിച്ചില്ലെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം ഞാൻ എൻ്റെ സ്വപ്നത്തിലൊരു പെൺകുട്ടിയെ കണ്ടു. അത് പിന്നീട് പലതവണ ആവർത്തിച്ചു. ആ മുഖം ഞാൻ വരച്ചു. അന്ന് എനിക്ക് ഏകദേശം 18 വയസ്സായിരുന്നു. ഇത് നോക്കിയേ. ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള മുഖം തന്നെയാ. ഇഷാൻ. ഇതുപോലെ തന്നെ മൊത്തം കിളി പോയിരിക്കുന്ന അവസ്ഥയായിരുന്നു എനിക്ക്. ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ കാണുന്ന പെൺകുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു. അത് അവസാനിച്ചത് ആ ബസ്സിൽ വെച്ചാ. അവനെ കണ്ടപ്പോ എനിക്ക് ചുറ്റും എന്ത് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല. ആ തിരക്കിനിടയിലും ആ മുഖം എനിക്ക് വളരെ വ്യക്തമായിട്ട് കാണുമായിരുന്നു. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിക്ക് പകരം അതേ മുഖച്ഛായുള്ള ഒരു ആൺകുട്ടി. അതെന്നെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കി. അവൻ ആണാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ അന്ന് അവന്റെ ചന്തിക്ക് പിടിച്ചേ? അപ്പൊ നീ ഇപ്പൊ അവന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നൊക്കെ ഇത് സത്യമാണെന്ന് അറിയാൻ വേണ്ടിയാണോ? ഇതൊക്കെ സത്യമാണെന്ന് എനിക്കറിയാം. ഞാൻ അവന്റെ പുറകെ നടക്കുന്നത് എനിക്ക് അവനെ ഇഷ്ടമായതുകൊണ്ടാ. നിനക്ക് മുഴുത്ത പ്രാന്താ. സ്വപ്നം കണ്ടെന്ന് വിചാരിച്ച് അവനൊക്കെ പ്രേമിക്കുന്നോ? നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് പറയേണ്ടത് അവനും ഞാൻ കാണുന്നത് പോലെ എന്തെങ്കിലും സ്വപ്നങ്ങൾ കാണാറുണ്ടോന്നാ. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ഞങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം. മാങ്ങാ തൊലി. അപ്പൊ ഇത്രയും കൊല്ലങ്ങളായിട്ട് സ്വപ്നം മുഴുവൻ നീ കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ആ സ്വപ്നങ്ങളൊക്കെ അവസാനിക്കുന്നത് എന്റെ മരണത്തിലാ. അതും അവളുടെ കൈകൊണ്ട്. സ്വാഭാവികം. കഥയിൽ അവളാണെങ്കിൽ നീ ഈ കഥയും കൊണ്ട് അവന്റെ അടുത്തോട്ട് പോയാ അവൻ തന്നെ നിന്നെ കൊല്ലും. പിന്നെ എന്തിനാടാ ഇങ്ങനെ ഒരു പ്രേമം? സ്വപ്നാണെന്ന് കരുതി നിനക്കതങ്ങ് മറന്നൂടെ? അതാ എനിക്ക് പറ്റാത്തെ. അവനെ കാണുമ്പോഴൊക്കെ സംതിങ്. പരസ്പരം പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനായിരിക്കും അവൾ അവനെ കൊന്നിട്ടുണ്ടാവുക? എനിക്കതൊക്കെ അറിയണം. പിന്നെ അവന്റെ കാര്യത്തില് ഞാൻ 100% ഓക്കെയാ. എന്താടാ നിന്റെ ഫോൺ ഇപ്പോഴും കിട്ടിയില്ലേ? മുഖത്തൊരു വിഷമം. അതൊക്കെ കിട്ടി സർ. ഞാൻ വെറുതെ ഇങ്ങനെ. അങ്ങനെ നീ വെറുതെ ഇരിക്കണ്ട. വന്നേ, നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ദാ അങ്ങോട്ട് നോക്ക്. ഞാൻ പറഞ്ഞില്ല അവര് തമ്മിൽ എന്തോ ഉണ്ട്. അതല്ലെങ്കിൽ പിന്നെ ഇത്രയും പിള്ളേരിരിക്കുന്ന കൂട്ടത്തില് അവനെ മാത്രം വിളിച്ചോണ്ട് പോകേണ്ട ആവശ്യം എന്താ? ശരിയാണല്ലോ, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. നീ വാ. കണ്ട റൂമിലോട്ടാ. ഇത്രയും പിള്ളേർ ഇവിടെ ഇരിക്കുമ്പോ അവനെ മാത്രം വിളിച്ചോണ്ട് റൂമിൽ പോകേണ്ട ആവശ്യം എന്താ? മിണ്ടല്ലേ. എടാ പൊക്കി പിടിക്ക് കുറച്ചുകൂടെ. ഓ, നീ ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുവാണോ? കേട്ടോ എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല സർ. അത് നീ പിടിക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി. ഇപ്പൊ ഞാൻ പറഞ്ഞ വിശ്വാസമായോ? ഇനി അവരായി അവരുടെ പാടായി. നീ വാ പോവാ. നിക്ക്, ഞാൻ നോക്കട്ടെ. എന്ത് നോക്കാൻ? വൃത്തിയേട്. ഞാൻ നോക്കുന്നത് വൃത്തിയേട് അവർക്ക് കാണിക്കാം. ഒന്നുമില്ലേലും പൊസിഷൻ ഏതാണെന്നറിയാലോ. കറണ്ട് പൊസിഷനാ ഉദ്ദേശിച്ചേ. നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ഇത് ശരിയായിട്ടില്ല, ഒന്നുകൂടെ എടുക്ക്. എന്താടാ അവസ്ഥ ഭീകരാണോ? നീ തന്നെ നോക്ക്. ഈ മസിലുള്ള കുണുവാവയെ പറ്റിയാണോ നീ അപവാദം പറഞ്ഞു വരുത്തിയേ? അത് കേട്ട് അങ്ങേരെ അവിശ്വസിച്ച് എന്റെ മേലെ റോഡ് റോളർ കയറ്റി ഇറക്കണം. പാവം, ആ മസിലൊക്കെ കാശ് എടുത്ത് കയറ്റിയതാവും.
അപ്പൊ ബുദ്ധിയോ അത്രയ്ക്ക് കോമഡിയാണ് ആണോന്നോ? അങ്ങേരെ ആ മസിലും വെച്ച് തിരുവാതിര കളിക്കുന്നതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അത് സാരി എടുത്തോണ്ട് കോമഡി അല്ലേ? എന്നാൽ അതിനേക്കാളും കോമഡി ആയിരുന്നു ഇത്. ഇപ്പൊ മനസ്സിലായില്ലേ നീ സംശയിച്ചതൊക്കെ വെറുതെയാണെന്ന്? അവര് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു തന്നെയാ ഇതൊക്കെ ചെയ്തത്. ഇവ മാറാൻ പോണില്ല. നിനക്കൊക്കെ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാടാ. ലെവൻ ഇതിനിടയിൽ എങ്ങോട്ടാ? ഓ, അപ്പൊ അയാളായിരിക്കും വിളിച്ചത്. കണ്ണടച്ച് കാല് പിടിച്ച ആരും അറിയില്ലെന്ന വിചാരം. വിടില്ലടാ. എന്റെ അമ്മ ഇവിടെ മൊത്തം ബഹളമായിരുന്നു. റിങ് ചെയ്ത് ഞാൻ കേട്ടില്ല. അതൊന്നുമല്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ ഇപ്പൊ ഫുൾ ടൈം അവന്റെ കൂടെ ആയിരിക്കുമല്ലോ. ഞങ്ങളൊന്നും വേണ്ടതായില്ലേ? അമ്മേ, അവനോടൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നല്ലേ. ഹലോ ഹലോ നന്ദൂട്ടാ. എനിക്ക് കേൾക്കാം. റേഞ്ച് ഇല്ലാക്കൊണ്ടാവും. നീ എന്താണ് പുറകെ കൂടെ മനുഷ്യരെ പഠിപ്പിച്ച് കൊല്ലാൻ നോക്കുന്ന? നീ ഇപ്പൊ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? എൻ്റെ ഒരു സാധനം കളഞ്ഞുപോയി, അതന്വേഷിച്ചു വന്നതാ. നീയോ? ഞാൻ ഫോൺ ചെയ്യാൻ. പട്ടി. പട്ടിയെ ഫോൺ ചെയ്യാനോ? അപ്പൊ അതിന്റെ ഭാഷയെ അറിയാമായിരിക്കും അല്ലേ? തിരിഞ്ഞു നോക്കടാ, പുറകിൽ പട്ടി. അയ്യോ, നീ ആ പട്ടിക്ക് ഞാനും കൊട്ടേഷൻ കൊടുത്തതാണ്. അതായിരുന്നെങ്കിൽ നിന്റെ കൂടെ ഞാൻ ഓടുവോ? ശരിയാണല്ലോ, കടി കിട്ടാതെ രക്ഷപ്പെട്ടത്. ബാക്കി സ്ഥലം ഏതാ? പട്ടി അടിക്കാൻ വരുമ്പോ ഗൂഗിൾ മാപ്പ് ഇടാൻ ഞാൻ മറന്നുപോയി. ഇനിയിപ്പോ എങ്ങനെ തിരിച്ചു പോവും? ആ ഫോണില് ഫ്ലാഷ് ഒന്ന് ഓൺ ചെയ്യോ? അത് ഓട്ടത്തിനിടയിൽ ഫോൺ എവിടെയാ വീണു? നാശം പിടിക്കാനായിട്ട്. നീ എന്തിനാ പേടിക്കുന്നേ? കൂടെ ഞാനില്ലേ. നമുക്കിന്ന് ഇവിടെ സംസാരിച്ചിരുന്ന നേരം വെളുപ്പിക്കാം. നീ ഒറ്റയ്ക്കിരുന്ന് അങ്ങ് നേരം വെളുപ്പിച്ചാൽ മതി. ഞാൻ പോവാ. ഇപ്പൊ പോയാൽ മിക്കവാറും ആ പട്ടിക്കുള്ള ഡിന്നർ സെറ്റ് ആവും. കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. എത്ര നേരം വെയിറ്റ് ചെയ്യും? ഒരു പട്ടിയുടെ മുഖം പോലും തിരിഞ്ഞു നോക്കാൻ പോണില്ല. ഞാൻ പോവാ. അങ്ങനെയൊന്നും പറയില്ലേ. നേരത്തെ പോയാൽ പട്ടി ചിലപ്പോ ഫാമിലി ആയിട്ട് വരും. ഉറക്കം വരുന്നുണ്ടല്ലേ? എനിക്കും. ഒന്നും ഉണ്ടാതിരിക്കുന്നുണ്ടാ? എന്തേലും സംസാരിക്കേ. താല്പര്യമില്ല. എനിക്കുണ്ട്. ഞാനേ ഒരു കഥ പറയാം. നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാ. കഥ കേട്ടാ അതിന്റെ ബാക്കി ചിലപ്പോ നിനക്കറിയുന്നില്ലായിരിക്കും. പണ്ട് പണ്ട് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് രാജ്യം ഉണ്ടായിരുന്നു. ആ രാജ്യത്തിന് സുന്ദരനായ ഒരു രാജകുമാരനും രാജാവ് ഏതാണ്ടൊക്കെ യാത്ര ചെയ്യുന്ന ഒരു മൂഞ്ചൻ കുതിരപ്രേമിയും. ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ സുമുഖിയായ ഒരു യുവതിയെ കണ്ടുമുട്ടുന്നു. അവർ പരസ്പരം പ്രണയം പങ്കുവെക്കുന്നു. പിന്നെ ഈ കഥയ്ക്കകത്ത് ആ പ്രണയ ജോഡികൾ ഇതുപോലെ കാട്ടിനകത്ത് പെട്ടുപോകുന്ന സീനുണ്ട്. പക്ഷെ അന്ന് ചെറിയൊരു ചാറ്റൽ മഴ കൂടെ ഉണ്ടായിരുന്നു. അതുപോട്ടെ. അങ്ങനെ പ്രേമിച്ച് ആ പ്രണയത്തിനൊടുവിൽ ആ യുവതി രാജകുമാരനെ കൊന്നുകളയുന്നു. എങ്ങനെയുണ്ട്? നിന്റെ തലയ്ക്കകത്ത് ആൾതാമസം ഇല്ലേ? നിനക്കും അത് ഇഷ്ടപ്പെട്ടല്ലേ? ആ കഥയിലെ രാജകുമാരൻ ആരാണെന്നറിയോ? നീ ആയിരിക്കും. കറക്റ്റ്. യുവതിയോ? അത് നീ. ഇനി വാ തുറന്ന കാരണം ഞാൻ അടിച്ചു പൊളിക്കും. അവന്റെ ഒരു കഥ. ഏത് സമയത്താണോ ഫോൺ പോലും എടുക്കാതെ എന്റെ പുറകെ ഇറങ്ങി പോരാ തോന്നിയത്? നീയല്ലേ പറഞ്ഞ എന്തോ അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങി വന്നതാണെന്ന്. അപ്പൊ എന്റെ പുറകെ തന്നെ വന്നതാണല്ലേ? ഒന്നും മിണ്ടാതെ ഇരിക്കൂ. അയ്യോ, ഇത് നേരെ തിരിച്ചായിരുന്നല്ലോ. നിനക്ക് ഇടിയ മഴയൊന്നും പേടിയില്ലേ? പാറ്റയും പല്ലിയൊക്കെ കണ്ട് പേടിക്കാൻ ഐ എം നോട്ട് എ ഗേൾ. അത് ഞാൻ പലപ്പോഴും മറന്നു പോകുന്നു. നീ നാവെടുത്ത് വളച്ചപ്പോഴേ ഞാൻ ഊഹിച്ചു. നാശം. അങ്ങോട്ട് വെക്കാം. വെറുതെ നനഞ്ഞില്ലാത്ത വികാരങ്ങളൊന്നും പുറത്തെടുക്കണ്ട. I told you don't look like that. ഒരുപാട് നാളായി ഞാൻ ഇങ്ങനെ ഒരു മൊമെന്റിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇനി എന്റെ അടുത്തേക്ക് വന്ന സത്യമായിട്ട് ഞാൻ അടിക്കും. ഞാനൊന്നും ചെയ്യില്ല. But I want to know. ഇഷാൻ, സത്യം പറയണം. നമ്മൾ പരസ്പരം കാണുന്നതിന് മുൻപ് നീ എന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ?
സ്വപ്നത്തിലെങ്കിലും. ആർ യു മാഡ്? യെസ്, വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നൊരു ഭ്രാന്ത. അതിനുള്ള കാരണം എനിക്കറിയണ്ടേ? അതിനുത്തരം നിനക്ക് മാത്രമേ തരാൻ കഴിയൂ. ഇപ്പൊ എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്നറിയോ? അവർ ഫസ്റ്റ് കിസ്.